നാദിയ പറഞ്ഞ് കൊല്ലം തുളസി ഉസ്താദ് എന്ന് പറയാതെ ഭാഗ്യമായിപ്പോയി. നാദിയ നാദിയ നീ ഉറഞ്ഞു തുള്ളണതെന്താണ്? നാദിയ, നിന്നെ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്, വിമർശിക്കുകയാണെന്നും കരുതരുത്, പരിഹസിക്കുകയാണെന്നും കരുതരുത്. അതിനിടയിൽ എന്താണോ കരുതാൻ പറ്റുക അത് കരുതിക്കൊള്ളുക. ആദ്യം കൊല്ലം തുളസി സാറ് പറയുന്നത് കേൾക്ക്. ബഹുഭൂരിപക്ഷം മുസ്ലിമിനോരും ജിഹാദി എന്തെന്ന് അറിയില്ല. ഞാൻ ഖുർആൻ പഠിച്ച ആളൊന്നുമല്ല, പക്ഷെ മനസ്സിലാക്കിയിട്ട ആളാണ്. ഞാൻ മഹത്തുക്കളോട്, മഹാവ്യക്തികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, മുസ്ലിം പുരോഹിതന്മാരോട് ചോദിച്ചിട്ടുണ്ട്. എവിടുന്ന് പഠിച്ചു അദ്ദേഹം പറയുന്നത് ഒന്നുകൂടെ കേട്ടെ. ഞാൻ മഹത്തുക്കളോട്, മഹാവ്യക്തികളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, മുസ്ലിം പുരോഹിതന്മാരോട് ചോദിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം പറയുന്നത് കേട്ടോ. തുളസി സാറിനെ പോലുള്ള ഒരാള്, അതായത് ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു മനുഷ്യൻ വേണ്ടി വന്നു ജിഹാദിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാനായിട്ട്. അതൊരു കണക്കിന് മുസ്ലിം സമുദായത്തിന്റെ നാണക്കേടല്ലേ, ഗതികേടല്ലേ? അദ്ദേഹത്തിന് ജിഹാദിന്റെ അർത്ഥം പറയേണ്ടി വന്നത്. അങ്ങനല്ല ആദ്യം പറഞ്ഞത്. അദ്ദേഹവും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് പണ്ഡിതന്മാരിൽ നിന്നും മഹത്തുക്കളിൽ നിന്നുമാണ്. അല്ലാതെ ഇന്നലെ രാത്രി പ്രവാചകൻ നേരിട്ട് വന്നിട്ട് അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തതോ പറഞ്ഞു കൊടുത്തതോ അല്ല. അദ്ദേഹവും പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ചതാണ്. ഇനി മറ്റൊരു വിചിത്രവാദം പറയുന്നത്, ആകാശത്തിന്റെ ചോട്ടിൽ ഏറ്റവും മൂല്യമുള്ളത് ഈമാനാണ്. ഈമാൻ ഭയങ്കര വരണ്ട്. ഒരു ഈമാൻ ഇല്ലാത്ത ഒരാളുണ്ടല്ലോ, ഒരു മനുഷ്യന് വിശേഷ ബുദ്ധിയും ബോധവും അള്ളാനെ മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ കൊടുത്തിട്ട് അള്ളാനെ അംഗീകരിക്കാത്ത ഒരു കാഫറിന് ഒരു പട്ടിന്റെ വിലയില്ല. ഉലായിക്കഹും ഷർറുൽ ബരിയ. ആളുകൾ, അള്ളാഹിൽ വിശ്വസിക്കാത്ത ആളുകൾ എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആരാണ്? ആ മുസ്ലിങ്ങളായിരിക്കാം, അല്ലെ? നോൺ മുസ്ലിംസ് ആയിരിക്കാം, ക്രിസ്ത്യാനികള്, ഹിന്ദുക്കളൊക്കെ ആവാം. അവരൊക്കെ പട്ടികളാണ് എന്നാണ് പറയുന്നത്. അവരൊക്കെ നികൃഷ്ട ജീവികളാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? നാദിയ കൂട്ടുകാരി പറയുന്നത് കേൾക്കൂ. എന്താണെന്ന് വെച്ചാൽ, കാഫിർ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ, ഇതും സുഹരി ഉസ്താദ് സൂചിപ്പിച്ച കാര്യത്തിൽപ്പെടുന്നൊരു കാര്യമാണ്. ഇൻ്റർവ്യൂ ഹാജരാനോട് പറയാനുള്ളതും, ഇൻ്റർവ്യൂ നടത്തുന്ന ആൾക്കാർ ഒരു ധാരണ വെച്ചില്ലെങ്കിൽ നമ്മളോട് മറുപടി പറയുന്നവർ ഒരു മുൻധാരണയിൽ മറുപടി പറയും. അതാണ് പ്രശ്നം. അത് ഇല്ലാതിരിക്കാൻ, അത് പിന്നീട് കോട്ട് ചെയ്തിട്ട്, ആ വീഡിയോ കോട്ട് ചെയ്ത് കണ്ടല്ലേ, മുസ്ലിങ്ങളിൽ ബഹുഭൂരിഭാഗം ആൾക്കാർക്കും ജിഹാദ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പോലും അറിയാത്തവരാണ് എന്ന രീതിയിൽ പിന്നീട് അങ്ങോട്ട് വിശദീകരിക്കപ്പെടും. ഇനി ഹാജരാക്കാൻ ആദ്യമാക്കാൻ വേണ്ടി താൻ ചില പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ശ്രീ വാണിദാസ് സലയാവൂരിൻ്റെ ജിഹാദുമായി ബന്ധപ്പെട്ട പുസ്തകത്തിൻ്റെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സമുദായത്തിൻ്റെ പണ്ഡിതന്മാർ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് പുറത്തുനിന്നുള്ള ഒരാൾ തന്നെ ആവട്ടെ. അദ്ദേഹം വാണിദാസ് സലയാവൂർ എന്ന് പറയുന്നത് ഒരു മർക്കസിലെയും മൗലവിയോ ഉസ്താദോ ഒന്നുമല്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു ഭാഷാ പണ്ഡിതനാണ്. അദ്ദേഹം ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കിയ, ജിഹാദിനെക്കുറിച്ച് മനസ്സിലാക്കിയ, ഖുർആനെക്കുറിച്ച് മനസ്സിലാക്കിയ അദ്ദേഹത്തിൻ്റെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകം ഒന്ന് വായിക്കാനും മനസ്സിലാക്കാനും ഒന്ന് പ്രചരിപ്പിക്കാനും ശ്രമിക്കും. ഇനിയെങ്കിലും ഗൂഗിളിനെ അല്ലെങ്കിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയെ നിങ്ങൾ ആസ്പദമാക്കല്ലേ. അത് വായിക്കാൻ ശ്രമിച്ചാൽ ആ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞതുപോലെ, എന്താ പറഞ്ഞത്, സത്യം കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള അവസരമുണ്ടായിട്ടും അത് എന്നിട്ടും അതിൽ നിന്ന് മുഖം തിരിഞ്ഞ് നിൽക്കുന്നവർ, അവരാണ് കാഫിർ എന്ന് പറയുന്നത്. കാഫിർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതുപോലെ അതാണ്, മുൻധാരണയോടുകൂടി തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു തൊഴിലാണ് നിങ്ങളും ചെയ്തത്. നാദിയ എന്താണ് ചെയ്തത്? കാഫിർ എന്ന് പറഞ്ഞാൽ സത്യത്തെ മറച്ചു പിടിക്കുന്നവൻ. ഖഫറ എന്ന് പറഞ്ഞാൽ മറച്ചു പിടിച്ചു. ഒരു ധാന്യം ഉണ്ടല്ലോ, ഒരു ധാന്യം, ഒരു കർഷകനെ കാഫിർ എന്ന് പറയും. എന്തുകൊണ്ടറിയും? അദ്ദേഹം വിത്തിനെ മണ്ണിനടിയിൽ കുഴിച്ചിടുകയാണ്, മറച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പിന്നീട് വളരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ, അല്ലെങ്കിൽ കർഷകനെ കാഫിർ എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ആ കാഫിറും ഈ കാഫിറും തമ്മിൽ വ്യത്യാസമുണ്ട്. സത്യത്തെ ആരാണോ മറച്ചു വെക്കുന്നത്, ആ മറച്ചു വെക്കുന്നവനാണ് കാഫിർ. അത് മുസ്ലിങ്ങൾക്കിടയിലുള്ള ആൾക്കാരും പെടും, അല്ലാത്ത ആൾക്കാരും പെടും, എല്ലാവരും പെടും. ആരൊക്കെ സത്യത്തെ മറച്ചു വെക്കുന്നു അവരൊക്കെ കാഫിറാണ്. അതിന് സിമ്പിൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. രാവിലെ എണീച്ചിട്ട് നാദിയ പറയണം, നല്ല പൊട്ടിപ്പൊരിയുന്ന വെയിലത്ത് എണീച്ചിട്ട് നാദിയ പറയണത് ഇത് നാട്ടപ്പാതിരയാണ് എന്ന് പറയാമെന്ന് കരുതാം. എന്താണ് നാദിയെക്കുറിച്ച് പറയാം? ആൾക്കാർ ഉടനെ തന്നെ നിന്നെ പിടിച്ചിട്ട് എവിടെ കൊണ്ടുപോകും? മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, ഇല്ലേ? അവരും സത്യത്തെ കളവാക്കുന്നവരാണ്, തിരസ്കരിക്കുന്നവരാണ്, തള്ളിപ്പറയുന്നവരാണ്. അവരെ കണ്ടാൽ ഉടനെ തന്നെ കൊന്നുകളയണം എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്. ഒന്നുകൂടെ നാദിയോട് പറയണം, നാദിയ, നിന്നോട് ഉപദേശിക്കുകയില്ല, പരിഹസിക്കുകയില്ല, വിമർശിക്കുകയും കൂടിയല്ല പറയാണ്. ഉറക്കം നടിക്കുന്നവനെ ആർക്കും വിളിച്ചുണർത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക.